അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിനും പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് കൈവശമുള്ള പ്രവാസി മലയാളികൾക്കും അതിനിർണായകമായ മുന്നറിയിപ്പും പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് രംഗത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ അമേരിക്കയിൽ ഗ്രീൻ കാർഡിനായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നിലവിൽ ലോഫുൾ പെർമനന്റ് റെസിഡന്റ് പദവി അനുഭവിച്ചു വരുന്ന ആളോ ആണെങ്കിൽ ഈ അടുത്തിടെ വന്ന ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾ നിങ്ങളുടെ നിയമപരമായ നിലനിൽപ്പിനെയും ഭാവിയിലെ അമേരിക്കൻ പൗരത്വത്തെയും ബാധിച്ചേക്കാം. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവരും പുതിയ നിയമങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 2026 ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിൽ നിലവിൽ താമസിച്ചുകൊണ്ട് ഗ്രീൻ കാർഡിലേക്ക് മാറുന്ന അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ ഫോം I-485 അപേക്ഷകളിലാണ് USCIS വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ആവശ്യമായ നിയമപരമായ യോഗ്യതകളും നിബന്ധനകളും പൂർത്തിയാക്കിയാൽ അപേക്ഷകർക്ക് ഗ്രീൻ കാർഡ് താനെ അനുവദിക്കുന്ന രീതിയാണ് നിലനിന്നിരുന്നത്. എന്നാൽ 2026 പുറത്തിറക്കിയ പുതിയ നയപ്രകാരം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് എന്നത് കേവലം ഒരു അവകാശമല്ല, മറിച്ച് USCIS ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ വിവേചനാധികാരത്തിന് വിധേയമായ ഒരു ആനുകൂല്യം മാത്രമായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു അപേക്ഷകന് നിയമപരമായ എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും അവരുടെ അപേക്ഷ നിരസിക്കാനോ കൂടുതൽ പരിശോധനകളിലേക്ക് അയക്കാനോ USCIS ഓഫീസർമാർക്ക് അധികാരമുണ്ട്. അപേക്ഷകന്റെ ഇമിഗ്രേഷൻ ചരിത്രം, അമേരിക്കയിലെ കുടുംബാംഗങ്ങൾ, സാമ്പത്തിക ഭദ്രത, മുൻകാല പെരുമാറ്റം, അമേരിക്കൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്നിവയെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഘടകങ്ങളായി ഉദ്യോഗസ്ഥർ വിലയിരുത്തും. കൂടാതെ അമേരിക്കയ്ക്കുള്ളിൽ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ചെയ്യുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ US എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് വഴി അപേക്ഷിക്കുന്ന കോൺസുലാർ പ്രോസസ്സിംഗ് സംവിധാനത്തെ പ്രാഥമിക മാർഗമാക്കി കാണണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതിനു പുറമെ നിലവിൽ ഗ്രീൻ കാർഡ് ഉള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് റെസിഡൻസി അബാൻമെന്റ്. 2026 അമേരിക്കൻ പോർട്ട് ഓഫ് എൻട്രികളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഗ്രീൻ കാർഡ് ഉടമകളുടെ യാത്രാ വിവരങ്ങൾ അതിശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് പുറത്ത് തുടർച്ചയായി 6 മാസത്തിൽ കൂടുതൽ താമസിക്കുന്നതും കൃത്യമായ റീ എൻട്രി പെർമിറ്റ് അതായത് ഫോം I-131 ഇല്ലാതെ 1 വർഷത്തിലധികം വിദേശത്ത് തങ്ങുന്നതും നിങ്ങളുടെ ഗ്രീൻ കാർഡ് എന്നേക്കുമായി നഷ്ടപ്പെടാൻ കാരണമാകും. ഇന്ത്യയിലേക്ക് ദീർഘകാല അവധിക്ക് പോകുന്ന മലയാളി പ്രവാസികൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും ടാക്സ് ഫയലിംഗിലും ഉണ്ടാകുന്ന വീഴ്ചകൾ വൻ തിരിച്ചടിയായേക്കാം. ഗ്രീൻ കാർഡ് ഉടമകൾ തങ്ങളുടെ ആഗോള വരുമാനം ഇന്ത്യയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ ബാങ്ക് അക്കൗണ്ടുകൾ, ആസ്തികൾ എന്നിവ ഉൾപ്പെടുത്തി ആനുവൽ US ടാക്സ് റിട്ടേൺ കൃത്യമായി സമർപ്പിക്കേണ്ടതാണ്. അമേരിക്കൻ നികുതി അടയ്ക്കുമ്പോൾ നോൺ റെസിഡന്റ് ഏലിയൻ അബദ്ധത്തിൽ ടാക്സ് ഫയൽ ചെയ്താൽ നിങ്ങൾ അമേരിക്കയിലെ സ്ഥിരതാമസം ഉപേക്ഷിച്ചതായി USCIS കണക്കാക്കാൻ നിയമപരമായ സാധ്യതയുണ്ട്. ഇത്തരം സങ്കീർണതകളിൽ നിന്നും നിയമപരമായ അപകടങ്ങളിൽ നിന്നും നിങ്ങളുടെ പദവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും മികച്ച വഴി യോഗ്യത നേടുന്ന മുറയ്ക്ക് US സിറ്റിസൺഷിപ്പിലേക്ക് അപേക്ഷിക്കുക എന്നതാണ്. സാധാരണ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് 5 വർഷത്തെ തുടർച്ചയായ താമസവും അമേരിക്കൻ പൗരന്മാരെ വിവാഹം കഴിച്ചവർക്ക് 3 വർഷത്തെ താമസവും പൂർത്തിയാക്കിയാൽ ഫോം N-400 വഴി നാച്ചുറലൈസേഷന് അപേക്ഷിക്കാം. കൃത്യമായ ഫിസിക്കൽ പ്രസൻസ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ്, 18നും 25നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട സെലക്ടീവ് സർവീസ് രജിസ്ട്രേഷൻ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. വർദ്ധിച്ചു വരുന്ന ഇമിഗ്രേഷൻ പരിശോധനകളുടെയും നയമാറ്റങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളികൾ തങ്ങളുടെ എല്ലാ രേഖകളും, ടാക്സ് റിട്ടേണുകളും യാത്രാ ചരിത്രങ്ങളും കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന US നിയമങ്ങളും പുതിയതായി അവതരിപ്പിക്കുന്ന ബില്ലുകളെ കുറിച്ചും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് യോഗ്യതയുള്ള ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുടെ ഉപദേശം തേടാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.